ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ തേഴ്സ്ഡേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ക്ലീനിങ്ങും മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ആമി സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഒന്ന് നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഒന്ന് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8:30 ആകുമ്പോഴാണ് അവൾ സ്കൂളിൽ പോകുന്നത്. അതിനുശേഷമാണ് ഞാൻ ടെറസിലേക്കൊക്കെ ഒന്ന് കയറുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ആമിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തൈര് സാദവും പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇപ്പോൾ സിമ്പിളായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയേക്കുവാണ്. ഞാനിന്ന് പോയിട്ടില്ല. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഇതുപോലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പോയേക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതുപോലെ കടലക്കറി വെക്കാനായിട്ട് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ള കടലയുടെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും കടലക്കറിയാണ്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ. ആമയാണെങ്കിൽ രാവിലെ കഴിക്കാതെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. രാവിലെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചാലും അവളിങ്ങനെ കഴിക്കാറില്ല, വളരെ കുറച്ചാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് പുട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയാണ് ആമിക്കും എൻ്റെ ഹസ്ബൻഡിനും. പുട്ട് കഴിക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ കരിക്കും കൂടി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. അത് ഇന്ന് വേണം പൊട്ടിച്ച് കുടിക്കാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡ് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വന്നിട്ട് ഞാൻ തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിടുന്ന ഡ്രസ്സെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകുന്നത്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ വാഷിംഗ് മെഷീനകത്ത് ഇട്ടേക്കും, കാരണം ഞാൻ മറന്നു പോവാറുണ്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സും കൂടി ഒരുമിച്ചിട്ട് കഴുകാറില്ല കേട്ടോ. വീട്ടിലിടുന്ന ഡ്രസ്സും പുറത്തിടുന്ന ഡ്രസ്സും എല്ലാം കൂടി ഞാൻ അങ്ങനെ ഒരുമിച്ച് കഴുകാറില്ല. അതുപോലെ തന്നെ കളർ പോകുന്ന ഡ്രസ്സാണെങ്കിലും സെപ്പറേറ്റ് കഴുകും. ചില ദിവസങ്ങളിൽ ആമിയുടെ യൂണിഫോം ഞാൻ അവൾ വന്ന ഉടനെ കഴുകാനായിട്ട് പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിൽ പിറ്റേ ദിവസം ഇതുപോലെ നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ ഇട്ടിട്ടൊക്കെയാണ് കഴുകുന്നത്. അപ്പോൾ അത് ഓരോ ദിവസത്തെ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ ചെയ്യും കേട്ടോ. നൈറ്റ് ഇതുപോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഒരുപാട് ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ നിന്നുള്ള മണ്ണില്ല, അതിങ്ങനെ തെറിച്ചിട്ട് ഇവിടെ അത്രയും അലമ്പായിട്ട് കിടക്കും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചെരുപ്പ് സ്റ്റാൻഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകളും പൊട്ടിപ്പോകുന്ന ചെരുപ്പുകളൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്ത് മാറ്റാറുണ്ട്. മെയിനായിട്ട് ആമിയുടെ ചെരുപ്പായിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ എൻ്റെ കാലിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു ചെരുപ്പ് ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. വീട്ടിലിടുന്ന ചെരുപ്പാണത്. പിന്നെ ഹസ്ബൻഡിൻ്റെ എൻ്റെയും ചെരുപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകാറില്ല കേട്ടോ. ആമിയുടെ ചെരുപ്പാണല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ചെറുതാവുകയൊക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ വേണ്ടാത്തതൊക്കെ ഞാൻ എടുത്ത് മാറ്റി 1-2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കൈയോടെ തന്നെ ഒരു ബാൽക്കണി കൂടി ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചയുടെ അന്ന് വിനായക ചതുർത്ഥി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഗ്രീഷ്മ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്. അപ്പോൾ എന്നോട് എൻ്റെ വ്ളോഗൊക്കെ കാണുമ്പോഴൊക്കെ അവളിങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത്, അവളെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാനിതിന് മുന്നേ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ശ്രീദേവി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്ര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ശരിക്കും അതിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ്, താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുമെന്ന് കേട്ടിട്ടില്ലേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്കിനി എത്ര കിടപ്പാണെങ്കിലും വയ്യാതായാലും നമ്മൾ ഇതൊക്കെ അങ്ങ് ചെയ്തു പോകും കേട്ടോ. പിന്നെ നമുക്ക് മടി ഒരു മെയിൻ വില്ലനാണ്. നമുക്ക് മടി ഒരു പ്രശ്നം ആയിട്ട് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ എല്ലാ ദിവസവും ഞാനും ഇത്ര അങ്ങോട്ട് എനർജറ്റിക് ഒന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ ഒരു 1 വീക്ക് ബിഫോറൊക്കെ എനിക്ക് ഭയങ്കര ടയേർഡും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു മാനസികമായിട്ടൊരു ഇതൊക്കെ പിരിമുറുക്കമൊക്കെ വരും. അതൊക്കെ എല്ലാ സ്ത്രീകൾക്കും വരുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ പോയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും മാക്സിമം ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിങ്ങനെ വീടെപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വീട് വൃത്തിയാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിപ്പോൾ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ചെയ്യാനൊന്നും പണികളില്ല. ഞാനിങ്ങനെ ചുമ്മാതെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കേണ്ടി വരും വീട്ടിൽ. കാരണം ഹസ്ബൻഡും ജോലി ചെയ്തുകൊണ്ടിരിക്കും, മോള് അവളുടെ സ്കൂളിൽ പോവും.
പിന്നെ അതുവരെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. കാരണം വേറെ പണികളൊന്നും എനിക്ക് ചെയ്യാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ചില സമയത്തൊക്കെ എന്നോട് ഹസ്ബൻഡ് പോലും ചോദിക്കാറുണ്ട്. എൻ്റെ അമ്മയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പണി ഉണ്ടാക്കി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എന്നും ക്ലീനിങ് ചെയ്യും എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനൊരു മടുപ്പ് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഞാൻ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേയും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഹോസ്റ്റലിലായിരുന്നപ്പോഴും ഒക്കെ എനിക്ക് വൃത്തിയായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇട്ടേക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ മടി നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ആരോഗ്യമുണ്ട്, നമുക്ക് നമ്മൾ ഹെൽത്തിയാണ്, നമുക്ക് നമ്മുടെ ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മുടെ നല്ല പ്രായമാണിത്. പക്ഷെ നമ്മളിത് കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ആരോഗ്യം കാണത്തില്ല. ഈശ്വരൻ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല ആരോഗ്യം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്തിനാണല്ലേ മടി കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും പരാതിയാണല്ലോ, നമുക്ക് അതില്ല, ഇതില്ല, മറ്റതില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അപകടത്തിലൂടെ അല്ലെങ്കിൽ ജന്മന എന്തെങ്കിലും കൈയോ കാലോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ. നമ്മൾ വാർത്തയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണല്ലേ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയോ പേര്, ആ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൊച്ചു കുട്ടികൾ പോലും, അവരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവരുടെ നിത്യേനയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലീനിങ് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ എല്ലാം ദൈവം തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് മടിയാണെന്ന് പറഞ്ഞാൽ ഒരല്പം അഹങ്കാരമല്ലേ അത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മടി തോന്നുവാണെങ്കിൽ നിങ്ങൾ 1-2 ദിവസമൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഡെയിലി കിടന്ന് നിങ്ങളിങ്ങനെ ജോലി ചെയ്യണമെന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇവിടെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആരും ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ താഴെ ആയിരുന്നപ്പോഴും ഹസ്ബൻഡിൻ്റെ അച്ഛൻ പോലും എന്നോട് പലപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ കിടന്ന് എല്ലാ പണിയും കൂടെ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ എന്തോ എനിക്ക് അതിലൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്താനാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ മടി മാറ്റാനുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മളെക്കാളും ഇത്ര പോലും ആരോഗ്യമില്ലാത്ത ആളുകൾ എത്രയോ നന്നായി അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, 24 മണിക്കൂറും ജോലിയാണ്, എപ്പോഴും ജോലിയാണ്, അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് രാവിലെ മുതൽ ഉറക്കം എഴുന്നേറ്റാലും മുതൽ രാത്രി ആവുന്നവരെ എനിക്ക് പണിയാണെന്നിങ്ങനെ പരാതി പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അത് നിങ്ങൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ജോലികൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന എനിക്ക് പോലും ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും അന്നൊക്കെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ശരിക്കും ടൈം നമ്മൾ മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് ഫോണാണ്. നമ്മൾ മൊബൈൽ ഫോൺ രാവിലെ എടുത്തിട്ട് അങ്ങോട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു പണിയും നടക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ TV കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ കുറച്ച് സമയം 24 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ച് സമയം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അത് നമ്മൾ ശീലിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അതൊരു ഭാഗമായിട്ട് മാറും. പിന്നെ ഡെയിലി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ നിങ്ങളൊന്ന് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ല കേട്ടോ ഞാൻ വ്ളോഗിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസം ക്ലീനിങ് ചെയ്യുവാണെങ്കിൽ പിന്നെ 2-3 ദിവസം ഞാൻ അങ്ങോട്ട് റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ചെയ്യും. എങ്ങനെ നോക്കിയാലും ഞാൻ എൻ്റെ വീട് മാക്സിമം വൃത്തിയാക്കി ഇട്ടേക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത്രയും സ്പീഡ് കിട്ടിയെന്ന് വരത്തില്ല. ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും നമ്മൾ ചെയ്യുന്ന അത്രയും സമയം കിട്ടിയെന്ന് വരത്തില്ല. കാരണം അവരുടെ ജോലിയും ചെയ്യണം, വീട്ടിലെ പണികളെല്ലാം കൂടി അതൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പും കൂടെ നിങ്ങൾ ചോദിക്കേണ്ടി വരും. പിന്നെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഇൻലോസോ അവരോടൊക്കെ ചോദിക്കാം. ഇനി അവരാരും ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് ആരുടെയും സഹായം വേണ്ടി വരില്ലല്ലോ. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. പിന്നെ
ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സ്വയം ഒരു ബോധം ഉണ്ടാവണം. ഞാൻ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീട് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നാൽ മതി. ഇതൊന്നും ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധപൂർവ്വം ചെയ്യിക്കേണ്ട കാര്യമൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മടിയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2-3 ദിവസം റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ചെയ്യുക. പിന്നെ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വലിച്ചു വാരിയിട്ടിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ചെയ്യാനായിട്ട് നിൽക്കാതെ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ബാൽക്കണിയും. അപ്പോൾ നാളെ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ കുറേശ്ശെ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ ഇതുപോലെ മോപ്പിംഗ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തറയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കും. പിന്നെ മന്ത്ലി ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. കൂടുതലും ക്ലീനിങ് വീഡിയോസ് തന്നെയാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് തന്നെ ഒന്ന് എടുത്തൊന്ന് നോക്കിയാൽ മതി. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാതെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നില്ല, ഇതുപോലുള്ള ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളൊരു ഇത് വരും. ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുമ്പോൾ ഞാനും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതുപോലുള്ള ക്ലീനിങ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തോ എനിക്കൊരു പ്രത്യേക തരം എനർജിയൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പോയിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതായത് എനിക്ക് ചാനൽ ഉണ്ടാവുന്നതിന് മുന്നത്തെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് ഇതുപോലെ വഴക്കടിക്കാനും അതുപോലെ എന്തെങ്കിലും പരിഭവമോ പിണക്കമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിപ്പോൾ വീട്ടിലെന്തെങ്കിലും അല്ലെങ്കിൽ വഴക്കൊക്കെ കൂടിയിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വഴക്ക് കൂടുന്ന സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഓടിപ്പോയിട്ട് നമുക്ക് നമ്മുടെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറാം. അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വിഷമം വരുന്ന സമയത്തോ അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്ലീനിങ് തന്നെ ചെയ്യണമെന്നില്ല. ക്ലീനിങ് ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീടും വൃത്തിയായിട്ടിരിക്കും, നമ്മുടെ മൈൻഡും ഒന്ന് ഓക്കെ ആവും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയത്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഇതിനിടയിൽ മുളകൊക്കെ പൊടിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഓണമൊക്കെ വരുമല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മാസം 3/4 കിലോ മുളകാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തലേദിവസം മഴ പെയ്ത് കിടന്നതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. വെയിലില്ലാത്തതുകൊണ്ട് പുറത്തിട്ടിട്ട് നമുക്ക് ഇതുപോലെ മുളക് ഉണക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ഉരുളിയിലിട്ടിട്ട് ചൂടാക്കിയിട്ടാണ് മുളക് പൊടിക്കാനായിട്ട് കൊടുത്തത്. ഹസ്ബൻഡ് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് മുളകൊക്കെ പൊടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അശ്വതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തയ്ക്കാൻ അറിയാമോ, തയ്യലിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് എല്ലാ തയ്യലും അറിയില്ല കേട്ടോ. അപ്പോൾ പില്ലോ കവർ തയ്ക്കുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പില്ലോ കവറൊന്നും ഞാൻ ഇതുവരെയും തയ്ച്ചിട്ടില്ല. ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചുരിദാർ തയ്ക്കാനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ടോപ്പിനും പാൻറ്റും പഠിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ നാളായി തയ്ച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തയ്ക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇതുപോലെ എന്തെങ്കിലും ആൾട്ടർ ചെയ്യാനുള്ളത് മാത്രമാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിനി തയ്ക്കുവാണെങ്കിൽ വീഡിയോസ് ഇടണേന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് കടയിൽ നിന്ന് പുതിയ ബെൽറ്റ് മേടിച്ചുകൊണ്ട് വന്നേട്ടോ. അപ്പോൾ അത് കടയിൽ നിന്ന് മേടിക്കുന്ന ബെൽറ്റ് നമ്മളിതുപോലെ ഹോൾസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കമ്പി കൊടുത്തേക്കും, അതൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ അത് സൈസ് കറക്റ്റായിട്ട് വരുന്നില്ല. അത് കുറേ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് ബലം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹസ്ബൻഡും ഡ്യൂട്ടിയിലായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു നമ്മുടെ സാധാരണ, അപ്പം ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ നന്നായിട്ട് തയ്ക്കും. അങ്ങനെ അമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് പഴയ ഏതെങ്കിലും ഒരു മുണ്ട് വലിച്ച് കീറിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി നന്നായിട്ട് ഒരു ബെൽറ്റ് പോലെ ആക്കിയിട്ട് ഒന്ന് കെട്ടിട്ടിട്ട് അങ്ങനെ തയ്ക്കാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പിന്നെ ലാസ്റ്റ് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ആ ഒരു റെഡിമെയ്ഡ് ബെൽറ്റ് ഞാനെടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആമി സ്കൂൾ വിട്ട് വന്നിട്ട്
വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളൊന്ന് ടെറസിലേക്കൊക്കെ ഒന്ന് കയറി. ആമിയുടെ സൈക്കിളിൽ ടയറിൽ കാറ്റൊക്കെ പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഹസ്ബൻഡ് ഇങ്ങനെ വീലൊക്കെ ഒന്ന് കാറ്റടിച്ചൊക്കെ കൊടുത്തു. കുറച്ച് നേരം ടെറസിൻ്റെ മേലെ നിന്നതിന് ശേഷം ഞങ്ങൾ താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് വിളക്കൊക്കെ ഒന്ന് വെച്ചു. പിന്നെ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ വിളക്ക് വയ്ക്കുന്നത്. 6-6:30 ഈ ഒരു സമയത്തിനുള്ളിൽ വിളക്ക് വയ്ക്കാറുണ്ട്. ഇനി അടുത്ത നമ്മുടെ വീഡിയോ വരുന്നത് വിനായക ചതുർത്ഥിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.